Good morning, my children. Welcome to online class. Now we are going to learn the last part of the first lesson, Adventures in a Banyan Tree, written by Ruskin Boggs, one of the noblest sons of India. Then look at the text or look on the monitor and listen here. Then page number 13, then I shall continue. Then text എടുത്തിട്ട് പേജ് നമ്പർ 13 ആണ് നമ്മൾ ഇന്ന് നാലാമത്തെ പാർട്ടായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ 3 പാർട്ടുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വേണമെങ്കിൽ വീണ്ടും നമുക്ക് റീബൈൻഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്. അപ്പോൾ നാലാമത്തെ പാർട്ടിലേക്ക് ഈ പാർട്ടോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് എടുക്കുക, ടെക്സ്റ്റിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മോണിറ്ററിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനിതാ വായിക്കാനായിട്ട് പോവുകയാണ്. The cobra was awakening, and the mongoose, walking fearlessly up to it, raised himself on his short legs, and with lightning snap heard the big snake by the snout. എന്താ പറഞ്ഞേ? അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചത് എന്ന് പറഞ്ഞാൽ പാമ്പും കീരിയും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ചാണ്. അതായത് ഫൈറ്റ് ബിറ്റ്വീൻ ദ സ്നേക്ക് ആൻഡ് ദ മംഗൂസ്, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതിൽ പറയുന്നു, ഈ മൽപ്പിടുത്തത്തിൻ്റെ ഈ യുദ്ധത്തിൻ്റെ പരിണിതഫലമായിട്ട് കോബ്ര എന്ത് ചെയ്തു? കോബ്ര വാസ് വീക്കനിങ്. വീക്ക് ദുർബലമാകുക, ക്ഷീണിതനാകുക. കോബ്ര എന്തായി? ക്ഷീണിതനായി മാറി, ക്ഷീണിതനായിരുന്നു. ദ കോബ്ര വാസ് വീക്കനിങ് ആൻഡ് ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്. അപ്പോൾ മൽപ്പിടുത്തത്തിൽ നമ്മൾ ഇവ തമ്മിലുള്ള ഗീരിയും പാമ്പും തമ്മിലുള്ള ഈ ഫൈറ്റിൽ എന്ത് ചെയ്യുന്നു? എന്താണ്? കോബ്ര ക്ഷീണിതനായി മാറി. എന്നാലോ ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്. ഫിയർലെസ്ലി, ഭയം, ഫിയർലെസ് ഇല്ലാത്ത, യാതൊരു ഭയവും ഇല്ലാതെ, ഫിയർലെസ്സായി അപ് ടു ഇറ്റ്, സാവധാനം, യാതൊരു ഭയവും ഇല്ലാതെ എന്താണ് ഈ മംഗൂസ് അതിൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നു. എന്നിട്ട് ചെയ്തു? റൈസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്. റൈസ്ഡ് എണീറ്റ് നിന്നുന്ന, സ്വയം, ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്, നീളം കുറഞ്ഞ കാലുകൾ തറയിൽ കുത്തി എന്ത് ചെയ്യുന്നു? അത് ഗ്രൗണ്ടിൽ എണീറ്റ് നിന്നു. ആരാ? ഈ മംഗൂസ്. ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ്. ലൈറ്റ്നിങ് മീൻസ് മിന്നൽ വേഗത്തിൽ, മിന്നൽ പ്രകാശം, മിന്നൽ വേഗത്തിൽ. വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ് heard the big snake by the snout. Snout means the part of mouth and nose. അപ്പോൾ മൂക്കിൻ്റെയും അതുപോലെ തന്നെ വായുടെയും ഭാഗത്തെയാണ് ഒറ്റ വാക്കായിട്ട് നമ്മൾ സ്നൗട്ട് എന്ന് പറയുന്നത്. മൂക്കും വായും ചേർന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താ പറഞ്ഞേ? റൈസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്. അതിൻ്റെ ചെറിയ കാലുകളിൽ ഉയർന്നു നിന്നുകൊണ്ട് മിന്നൽ വേഗത്തിൽ വലിയ പാമ്പിൻ്റെ തലയുടെ ഭാഗത്ത് കടിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കടിച്ചു എന്ന് അവകാശപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക. ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ് heard the big snake by the snout. അപ്പോൾ മിന്നൽ വേഗത്തിൽ എന്ത് ചെയ്യുന്നു? പാമ്പിൻ്റെ തലയിൽ എന്ത് ചെയ്യുന്നു? അതായത് സ്നൗട്ട് മീൻസ് ഐ ഹാവ് എർലി ടോൾഡ്, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. എന്താണ്?
വായുടെയും അതുപോലെ തന്നെ മൂക്കിൻ്റെയും വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യുന്നു, മിന്നൽ വേഗത്തിൽ ആക്രമണം നടത്തി. ദ കോബ്ര റിത്ഡ് മീൻസ് വേദന കൊണ്ട് കുളഞ്ഞു, അതായത് പെയിൻഫുള്ളായി മാറി. ആൻഡ് ലാസ്റ്റ് അബൌട്ട് ഇൻ ഫ്രൈറ്റണിങ് മാനർ. ലാസ്റ്റ് തറയിലിട്ട് അടിച്ചു ശരീരം. എന്താണ്, ഭയപ്പെട്ട രീതിയിൽ, ഫ്രൈറ്റണിങ് മാനർ രീതി, ഭയപ്പെടുന്ന രീതിയിൽ, പാമ്പ് ഭയപ്പെടുന്ന രീതിയിൽ അതെന്ത് ചെയ്യുന്നു, തറയിൽ വളഞ്ഞ് കുളഞ്ഞ് എന്ത് ചെയ്യും, തറയിലിട്ട് അടിച്ചു, വാലിട്ടടിച്ചു. ലാസ്റ്റ് എബൌട്ട് ഇൻ ഫ്രൈറ്റണിങ് മാനർ ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് എബൌട്ട് ദ മംഗൂസ്. എന്തിനേറെ പറയുന്നു, മംഗൂസിനെ വരെ, കീരിയെ വരെ എന്ത് ചെയ്യുന്നു, അത് വരിഞ്ഞു മുറുക്കി. പാമ്പ് കീരി എന്ത് ചെയ്യുന്നു, ചുറ്റുക പോലും ചെയ്തു എന്നാണ്. ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് എബൌട്ട് ദ സ്നൗട്ട് എബൌട്ട് ദ മംഗൂസിനെ അത് ചുറ്റുക പോലും ചെയ്തു. ബട്ട് ആൾ ടു നോ അവൈൽ. അവൈൽ എന്ന വാക്കിൻ്റെ അർത്ഥം യൂസ്, ഉപയോഗിക്കുക. നോ യൂസ്, ഇതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടായില്ല. അപ്പോൾ പാമ്പിൻ്റെ യഥാർത്ഥ തല എന്താണ്, കീരിയുടെ വായ്ക്കകത്താണ്. അപ്പോൾ പാമ്പ് വേദന കൊണ്ട് പുളഞ്ഞ് തറയിലിട്ട് വാലിട്ടടിച്ചു. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്യുന്നു, കീരിയെ പാമ്പ് ചുറ്റുക പോലും ചെയ്തു, ഇതുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ദ ലിറ്റിൽ ഫെലോ ഹിയർ മീൻസ് കീരിയാണ് ഉദ്ദേശിച്ചത്. ദ ലിറ്റിൽ ഫെലോ, ആ കൊച്ച് എന്താണ്, ഫെലോ. ഹങ് എന്താണ്, ഹങ് എന്ന് വെച്ചാൽ തൂക്കി എന്നാണ്. ഹാങ്ങിൻ്റെ പാസൻസ് ആണ് ഹങ്, തൂക്കി. ദ ലിറ്റിൽ ഫെലോ ഹങ് ഗ്രിംലി ഓൺ until the snake herd ceased to struggle. The little fellow, ഈ കൊച്ചു ജീവി, ഹങ് തൂങ്ങിക്കിടന്നു, ഗ്രിംലി പൈശാചികം, ഫീവത്സം പൈശാചികമായ രീതിയിൽ തൂങ്ങിക്കിടന്നു. പാമ്പിൻ്റെ തലയിൽ കടിച്ചങ്ങനെ തൂങ്ങിക്കിടന്നു. അണ്ടിൽ വരെ. ദ സ്നേക്ക് സീസ്ഡ് മീൻസ് സ്റ്റോപ്ഡ്, നിർത്തി. ഈ സ്ട്രഗിള് സമരം, ഇവിടെ മൽപ്പിടുത്തം. പാമ്പ് അതെന്താണ്, കീരിയുമായിട്ടുള്ള മൽപ്പിടുത്തം നിർത്തുന്നത് വരെ പാമ്പിൻ്റെ തലയിൽ കീരി തൂങ്ങിക്കിടന്നു. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്, കീരി പാമ്പിൻ്റെ തലയിൽ കടിച്ചങ്ങനെ ഇറുക്കി പിടിച്ചു. ദെൻ പിന്നെ കീരി സ്മെൽട്ട് മണപ്പിച്ചു, ഗന്ധം പിടിച്ചു. എലോങ് ഇറ്റ്സ് ക്യൂവറിംഗ് ലെന്ത്, ഷിവറിങ് വിറയ്ക്കുന്ന. അപ്പോൾ പാമ്പ് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. 6 അടി നീളമുള്ള പാമ്പാണ്. പാമ്പിൻ്റെ എന്ത് ചെയ്യുന്നു, വാല് ചെറുതായിട്ട് അനങ്ങുന്നുണ്ടായിരിക്കണം. എന്ത് ചെയ്യുന്നു, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്ത് ചെയ്യുന്നു, അത് മണം പിടിച്ചു. ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് അറൗണ്ട് ദ ഹുഡ്, വീണ്ടും എന്ത് ചെയ്യുന്നു, പത്തിക്ക് ചുറ്റിലും ആഞ്ഞു കടിച്ചു. ഡ്രാഗ്ഡ് വലിച്ചിഴച്ചു. ഡ്രാഗ്ഡ് ഇറ്റ് ഇൻടു ദ ബുഷസ്, എന്നിട്ട് പാമ്പിനെ പത്തിക്ക് ചുറ്റിലും എന്ത് ചെയ്യുന്നു, പത്തിയിൽ കടിച്ച് എന്ത് ചെയ്യുന്നു, അതിനെ ഡ്രാഗ്ഡ് മീൻസ് വലിച്ചിഴച്ചു ആണ്. ഡ്രാഗ്ഡ് ഇറ്റ് ഇൻടു ദ ബുഷസ് കുറ്റിക്കാട്ടിലേക്ക് ഇഴച്ചു കൊണ്ടുപോയി. മൈന ഡ്രോപ്ഡ് കാഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്, ഹോപ്ഡ് അബൌട്ട്, peered into the bushes from a safe distance, and then with a shrill cry of congratulation flew away. എന്ത് നോക്കുക, മൈന ഡ്രോപ്ഡ് കാഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്, കാഷ്യസ്ലി കെയർഫുള്ളി. മൈന എന്ത് ചെയ്തു, ശ്രദ്ധാപൂർവം ഭൂമിയിലേക്ക് പറന്നിറങ്ങി. ഹോപ്ഡ്, HOPPD, ഹോപ്ഡ്, ജംപ്ഡ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. HOPPD ഹോപ്ഡ്, പ്രതീക്ഷിച്ചു. ഹോപ്ഡ് അബൌട്ട്, ചാടിക്കളിച്ചു, ചാടി നടന്ന്. എന്ത് ചെയ്യുന്നു, ചാടി നടന്ന്. പീർഡ് ഇൻ ടു ദ ബുഷസ്, പീർഡ് മീൻസ് ഒളിഞ്ഞു നോക്കി, കുറ്റിക്കാട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കി എന്നാണ്. പിന്നെ ഒളിഞ്ഞു നോക്കി എങ്ങനെ, ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്, സുരക്ഷിതമായ അകലത്തിൽ നിന്നും കുറ്റിക്കാട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി. അപ്പോൾ എന്താണ്, ഈ
കാറ്റസ് അല്ലെങ്കിൽ കള്ളിച്ചെടിയിൽ നിന്നും എന്താണ് താഴേക്ക് ശ്രദ്ധാപൂർവം പറന്നിറങ്ങുകയും എന്ത് ചെയ്യുന്നു, ചാടിക്കളിച്ച് അല്ലെങ്കിൽ ചാടി നടന്ന് എന്ത് ചെയ്യുന്നു, ബുഷസിനുള്ളിലേക്ക് ആ കുറ്റിക്കാട്ടിലെ ഒളിഞ്ഞു നോക്കി. ഇങ്ങനെ ശ്രദ്ധാപൂർവം ഒളിഞ്ഞു നോക്കി വളരെ സേഫായ ഡിസ്റ്റൻസിൽ നിന്നും. ആൻഡ് ദെൻ വിത്ത് എ ഷിൽ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻ, വളരെ അഭിനന്ദനത്തിൻ്റെതായ തുളച്ചു കയറുന്ന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അഭിനന്ദനത്തിൻ്റെതായ രൂക്ഷമായ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് എന്താണ് ആ പക്ഷി അവിടെ നിന്നും പറന്നുപോയി. അപ്പോൾ കാക്ക എന്ത് ചെയ്തു, ആ പാമ്പിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ എന്നാൽ ശ്രദ്ധാപൂർവം എന്ത് ചെയ്യുന്നു, മൈന അഭിനന്ദനത്തിൻ്റെതായ രീതിയിൽ രൂക്ഷമായ ശബ്ദത്തിൽ കരഞ്ഞതിന് ശേഷം അവിടെ നിന്നും പറന്നു പോവുകയും ചെയ്തു. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക്, വെൻ I had also made a cautious descent from the tree and returned it to the house. പിന്നെ നരേറ്ററിൻ്റെ അടുത്തേക്ക് നമ്മൾ വരികയാണ്. വെൻ ഐ ഹാഡ് ആൾസോ മെയ്ഡ് എ കാഷ്യസ് ഡിസെൻറ്റ്. കാഷ്യസ് മീൻസ് ശ്രദ്ധ, ഡിസെൻറ്റ് താഴേക്ക് ഇറങ്ങുക, അസെൻറ്റ് മുകളിലേക്കാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, വളരെ ശ്രദ്ധാപൂർവം മരത്തിൽ നിന്നും അല്ലെങ്കിൽ വൃക്ഷത്തിൽ നിന്നും താഴെ ഇറങ്ങി. ആൻഡ് റിട്ടേൺഡ് ടു ദ ഹൗസ്, നേരെ വീട്ടിലേക്ക് പോന്നു. ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹേർഡ് സീൻ. ചെന്ന ഉടനെ ഐ ടോൾഡ്, ഞാൻ പറഞ്ഞു, മുത്തശ്ശനോട് പറഞ്ഞു, ഓഫ് ദ ഫൈറ്റ് ഐ ഹേർഡ് സീൻ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഫൈറ്റിനെ കുറിച്ച്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ആ മൽപ്പിടുത്തത്തെക്കുറിച്ച് ഞാൻ മുത്തശ്ശനോട് പറഞ്ഞു. ഹി വാസ് പ്ലീസ്ഡ്, അദ്ദേഹത്തിന് സന്തോഷമായി. ദാറ്റ് മംഗൂസ് ഹാഡ് ഓൺ വിനിൻ്റെ പാസ്റ്റൻസ് ഓൺ, വിജയിച്ചു. അപ്പോൾ ഈ മൽപ്പിടുത്തത്തിൽ, ഈ ഫൈറ്റിൽ മംഗൂസ് വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായ സന്തോഷം തോന്നി. മുത്തശ്ശനാണ്. ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ മംഗൂസ് ഹാഡ് ഓൺ, മംഗൂസാണ് വിജയിച്ചത് എന്ന് കേട്ടപ്പോൾ മുത്തശ്ശന് സന്തോഷിച്ചു. He had encouraged it to live in the garden. He had encouraged, അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മുത്തശ്ശൻ അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, ഇതിനെ ഈ മംഗൂസിനെ എന്താണ് മുത്തശ്ശൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ടു ലിവ്, ജീവിക്കാൻ, ഇൻ ദ ഗാർഡൻ, ഈ പൂന്തോട്ടത്തിൽ ജീവിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള സഹായവും നൽകിയിട്ടുണ്ടായിരുന്നു, മുത്തശ്ശൻ നൽകിയിട്ടുണ്ടായിരുന്നു. ടു കീപ്പ് അവേ, മാറ്റി നിർത്താൻ, ദ സ്നേക്സ്, പാമ്പിനെ പൂന്തോട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിലേക്ക് വേണ്ടി കീരിയെ എല്ലാ തരത്തിലും മുത്തശ്ശൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫെഡ് ഇറ്റ്, ആഹാരം നൽകി. റെഗുലർലി, തുടർച്ചയായിട്ട് ആഹാരവും നൽകി. വിത്ത് സ്ക്രാപ്സ് എന്ന് എന്താണ്, ഉച്ഛിഷ്ടം, അവശിഷ്ടങ്ങൾ എന്താണ്, ഫ്രം ദ കിച്ചണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഹാര സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇതിന് ആഹാരമായും കൊടുത്തു. ഹി ഹാഡ് നെവർ ട്രൈഡ് ടൈമിങ് ഇറ്റ്, അദ്ദേഹം ഒരിക്കലും പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ടൈമിങ്, മെരുക്കി വളർത്താനായിട്ട്. ഹി ഹാഡ് നെവർ ട്രൈഡ് ടൈമിങ് ഇറ്റ്, ഒരിക്കലും തന്നെ അദ്ദേഹം ഇതിനെ മെരുക്കി വളർത്താനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹി ഹാഡ് നെവർ ട്രൈഡ് ടൈമിങ് ഇറ്റ് ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ വൈൽഡ് ഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. ഡൊമസ്റ്റിക്കേറ്റഡ് മീൻസ് എന്താണ്, വീട്ടിൽ ഇണക്കി വളർത്തുന്ന കീരിയേക്കാൾ വളരെ ഉപയോഗമുള്ളതായിരുന്നു കാട്ടിലെ കീരി. ആ ഒറ്റ കാരണത്താൽ മുത്തശ്ശൻ ഇതിനെ ഇണക്കി വളർത്താനായിട്ട് ഒരിക്കലും പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹി ഹാഡ് നെവർ tried taming it because wild mongoose was more useful than a domesticated one. Domesticated, വീട്ടിൽ ഇണക്കി വളർത്തുന്ന ഒരു കീരിയേക്കാൾ വളരെ ഉപയോഗമുള്ളതായിരുന്നു കാട്ടിലെ കീരി. അതുകൊണ്ട് ഇതിനെ ഒരിക്കലും ഇണക്കി വളർത്താനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല, മുത്തശ്ശൻ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. Then next page
From the banyan tree, I often saw the mongoose patrolling the four corners of the garden. അപ്പോൾ ഈ ബനിയൻ വൃക്ഷത്തിൽ നിന്നും ഞാൻ പലപ്പോഴും കണ്ടു മംഗൂസ് പെട്രോളിംഗ് മീൻസ് റോന്ത് ചുറ്റുക എന്ന നമ്മളറിയാലോ, പോലീസുകാരന്മാർ റോന്ത് ചുറ്റുന്നത് പെട്രോളിംഗ് എന്താണ്. 4 corners of the garden, പൂന്തോട്ടത്തിൻ്റെ 4 മൂലകളിലും ഈ മംഗൂസ്, ഈ കീരി റോന്ത് ചുറ്റുന്നത് പല ദിവസവും ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ ഇരുന്ന്? ആ വൃക്ഷത്തിലിരുന്ന്, ആ ബനിയൻ വൃക്ഷത്തിലിരുന്ന് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. ഫ്രം ദ ബനിയൻ ട്രീ ഐ ഓഫൺ സാ ദ മംഗൂസ് പെട്രോളിംഗ് ദ 4 corners of the garden and once, ഒരിക്കൽ, ഐ സാ, ഞാൻ കണ്ടു, ഹിം, അവനെ, once ഐ സാ ഹിം വിത്ത് an egg in his mouth, ഒരു ദിവസം വായിൽ ഒരു മുട്ടയും കടിച്ചുകൊണ്ട് പോകുന്ന ഈ കീരിയെ ഞാൻ കണ്ടു. അതായത് once I saw him with an egg in his mouth. അപ്പോൾ ഒരു മുട്ടയും ഇങ്ങനെ കടിച്ചെടുത്തുകൊണ്ട് എന്താണ് കീരി പോകുന്നത് ഒരു ദിവസം ഞാൻ കാണുവാനിടയായി. ആൻഡ് ന്യൂ, ഞാൻ മനസ്സിലാക്കി. He had been in the poultry house. ഈ മുട്ട എവിടെ നിന്ന് കട്ടെടുത്തതാണ്? ആ പൗൾട്രി ഹൗസ് മീൻസ് എന്താണ്? പൗൾട്രി ഫാം. അപ്പോൾ ഈ കോഴിയെ വളർത്തുന്ന സ്ഥലത്ത് നിന്നും ഇത് കട്ടെടുത്തതാണ് എന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് ഹി ഹാഡൻറ്റ് ഹാംഡ്, എന്നാൽ അത് ദോഷം വരുത്തിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആക്രമിച്ചിട്ടുണ്ടായിരുന്നില്ല ദ ബേർഡ്സ്, ഈ പക്ഷികളെ. അപ്പോൾ ഈ കോഴിക്കൂട്ടിലുള്ള, ഈ പോൾട്രി ഫാമിലുള്ള എന്ത് ചെയ്യുന്ന പക്ഷികളെ ഒന്നും തന്നെ ഇത് ആക്രമിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ദോഷം വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഹി ഹാഡൻറ്റ് ഹാംഡ് ദ ബേർഡ്സ് ആൻഡ് ഐ ന്യൂ, ഞാൻ മനസ്സിലാക്കി, ഗ്രാൻഡ് മദർ വുഡ് ഫോർഗീവ് ഹിം, ഞാൻ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് മുത്തശ്ശി ഈ മംഗൂസിന് മാപ്പ് കൊടുക്കുന്നു. ഫോർ സ്റ്റീലിംഗ്, മുട്ട മോഷ്ടിച്ചതിന് മാപ്പ് കൊടുത്തു. ആസ് ലോങ് ആസ് ഹി കെപ്റ്റ് ദ സ്നേക്സ് അവേ ഫ്രം ദ ഹൗസ്. അപ്പോൾ വീട്ടിൽ നിന്നും പാമ്പിനെ അകറ്റി നിർത്തുന്നത് കൊണ്ട്, വീട്ടിൽ നിന്നും പാമ്പുകൾ വരാതെ അകറ്റി നിർത്തുന്നത് കൊണ്ട്, ഇങ്ങനെ മുട്ട മോഷ്ടിക്കതിൽ നിന്നും എന്ത് ചെയ്യുന്നു, പലപ്പോഴും മുത്തശ്ശി മാപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ പാമ്പുകളെ അകറ്റി നിർത്തുന്നത് കീരിയാണ്. അതുകൊണ്ട് 1-2 മുട്ട മോഷണം പോയാലും എന്താണ് കുഴപ്പമില്ല എന്ന മനോഭാവക്കാരിയായിരുന്നു മുത്തശ്ശി, ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ബനിയൻ ട്രീ വാസ് also the setting for what we were called the strange case of the grey squirrel and the white rage. അപ്പോൾ ചാരനിറത്തിലുള്ള അണ്ണാർക്കണ്ണൻ്റെയും വെളുത്ത എലിയുടെയും അസാധാരണമായ വിചിത്രമായ തരത്തിലുള്ള ഒരു സന്ദർശനത്തിൻ്റെ അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു ഏത്? ഈ അരയാൽ വൃക്ഷം. ദ ട്രീ വാസ് ആൾസോ ദ സെറ്റിംഗ് ഫോർ വാട്ട് we were to call the strange case of the grey squirrel and white rage. അപ്പോൾ എന്താണ്, ചെമ്പിച്ച നിറമുള്ള അണ്ണാർക്കണ്ണൻ്റെയും വെളുത്ത എലിയുടെയും അസാധാരണമായ കൂട്ടുകെട്ടിൻ്റെ ഒരു വേദി കൂടെ ആയിരുന്നു ഈ അരയാൽ വൃക്ഷം. Then the white rat was grandfather's. ഈ വെള്ളേലി ആരുടേതായിരുന്നു? മുത്തച്ഛൻ്റേതായിരുന്നു. He had bought it. അദ്ദേഹം അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. From the bazaar for 4 annas. 4 അണയ്ക്ക് എന്താണ് ബസാറിൽ നിന്ന് മുത്തച്ഛൻ വാങ്ങിച്ചതായിരുന്നു ഈ എലി, വെളുത്ത എലി. 4 അണ എന്ന് പറയുമ്പോൾ 25 പൈസ, 25 പൈസയ്ക്ക് വാങ്ങിച്ചതായിരുന്നു. 4 annas. ബട്ട് ഐ വുഡ് ഓഫൺ ടേക്ക് ഇറ്റ്. ഞാൻ പലപ്പോഴും ഇതിനെ എടുത്തുകൊണ്ട് പോകുന്നു. ഐ വുഡ് ഓഫൺ ടേക്ക് ഇറ്റ് വിത്ത് മീ, എന്നോടൊപ്പം, ഇൻ ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദി ഓൾഡ് ട്രീ. ഈ വയസ്സായ വൃക്ഷത്തിൻ്റെ, അതായത് അരയാൽ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിലേക്ക് പലപ്പോഴും ഞാൻ ഇതിനെ എന്നോടൊപ്പം കൊണ്ടുപോകുന്നു. ബനിയൻ ട്രീ വെയർ, ഈ ബനിയൻ ട്രീയിലാണ്, വെയർ ഇറ്റ് സൂൺ സ്ട്രക്ക് അപ്പ്
എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദ സ്ക്യൂറൽ. അപ്പോൾ ഈ ബനിയൻ ട്രീയിൽ വച്ചാണ്, ഈ അരയൽ വൃക്ഷത്തിൽ വച്ചാണ് വളരെ പെട്ടെന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് അത് വളർത്തിയെടുത്തത് വിത്ത് വൺ ഓഫ് ദ സ്ക്യൂറൽസ്, അണ്ണാർക്കണ്ണന്മാരിൽ ഒന്ന്. അപ്പോൾ ധാരാളം അണ്ണാർക്കണ്ണന്മാർ ഈ അരയൽ വൃക്ഷത്തിൽ ഉണ്ടായിരുന്നു. അതിലൊരു അണ്ണാർക്കണ്ണനുമായിട്ട് വളരെ പെട്ടെന്ന് സൗഹൃദ ബന്ധം എന്താണ് വളർത്തിയെടുത്തു. സ്ട്രക്കപ്പ് അതൊരു ഫ്രൈസൽ വെർബാണ്. സ്റ്റാർട്ട് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് എന്നാണ്. സ്റ്റാർട്ട് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത്, സ്റ്റാർട്ടഡ് എ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ബിഗാൻ എ ഫ്രണ്ട്ഷിപ്പ്. ദെൻ അപ്പോൾ എന്ത് ചെയ്യുന്നു, വളരെ പെട്ടെന്ന് ഈ അണ്ണാർക്കണ്ണൻ അല്ലെങ്കിൽ ഈ വെളുത്ത എലി എന്താണ് ഈ അരയാൽ വൃക്ഷത്തിലെ അണ്ണാർക്കണ്ണന്മാരിൽ ഒരാളുമായിട്ട് ഒന്നുമായിട്ട് എന്ത് ചെയ്യുന്നു, ചങ്ങാത്തത്തിലായി. ദേ വുഡ് ഗോ ഓഫ് ടുഗദർ ഓൺ ലിറ്റിൽ എക്സ്കർഷൻസ് എമംഗ് ദ ബ്രാഞ്ചസ്. ഇതിലെ ശിഖരങ്ങൾക്കിടയിലൂടെ എന്താണ് ഈ വെളുത്ത എലിയും ചാരനിറത്തിലുള്ള അണ്ണാർക്കണ്ണനും എന്താണ് എക്സ്കർഷൻസ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് സഞ്ചരിച്ചിരുന്നു. അത് കൊച്ചു എന്താണ് എക്സ്കർഷൻസുകൾ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് ദെൻ ദ സ്ക്യൂറൽ സ്റ്റാർട്ടഡ് ബിൽഡിങ് എ നെസ്റ്റ്. പിന്നെ നമ്മുടെ അണ്ണാർക്കണ്ണൻ എന്ത് ചെയ്യും, സ്റ്റാർട്ടഡ് ആരംഭിച്ചു, ബിൽഡിംഗ് നിർമ്മിക്കാൻ, എ നെസ്റ്റ് ഒരു കൂട് നിർമ്മിക്കാനായിട്ട് ആരംഭിച്ചു. സാധാരണയായി അണ്ണാർക്കണ്ണൻ കൂട് നിർമ്മിക്കുന്നത് പ്രസവിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ പ്രസവത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് കൂട് നിർമ്മിക്കാനായിട്ട് തുടങ്ങിയത്. അറ്റ് ഫസ്റ്റ് ആദ്യം ഷീ ട്രൈഡ് ബിൽഡിങ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്സ്. എൻ്റെ പോക്കറ്റിലായിരുന്നു ആദ്യമായിട്ട് കൂട് നിർമ്മിക്കാനായിട്ട് ഈ അണ്ണാർക്കണ്ണൻ ശ്രമിച്ചത്. വെൻ ഐ വെന്റ് ഇൻഡോർസ്, വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ, ആൻഡ് ചേഞ്ച്ഡ് മൈ ക്ലോത്ത്സ്, എൻ്റെ വസ്ത്രം ഞാൻ മാറുമ്പോൾ, ഐ വുഡ് ഫൈൻഡ് ഞാൻ കണ്ടു, സ്ട്രാ വൈക്കോൽ തുരുമ്പുകൾ, ആൻഡ് ഗ്രാസ് ഫാളിങ് ഔട്ട്. അപ്പോൾ ഇത് മനസ്സിലായത് എപ്പോഴാണ്, ആദ്യമായിട്ട് കൂട് കെട്ടാനായിട്ട് ഈ അണ്ണാർക്കണ്ണൻ ശ്രമിച്ചത് എൻ്റെ പോക്കറ്റിലായിരുന്നു. അത് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ്, വീട്ടിലെത്തി വസ്ത്രങ്ങൾ മാറുമ്പോഴാണ് വൈക്കോൽ തുരുമ്പുകളും പുലിൻ കഷ്ണങ്ങളും തറയിൽ വീഴുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി ആദ്യമായിട്ട് കൂട് കെട്ടാൻ ശ്രമിച്ചത് എൻ്റെ പോക്കറ്റിലായിരുന്നു എന്നുള്ളതാണ്. ദെൻ പിന്നെ ഒരു ദിവസം ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിംഗ്. നിറ്റിംഗ് മീൻസ് തയ്യൽ വസ്തുക്കൾ. ഒരു ദിവസം മുത്തശ്ശിയുടെ നിറ്റിംഗ് വാസ് മിസ്സിംഗ് തയ്യൽ സാമഗ്രികൾ തയ്ക്കുവാനുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, മിസ്സിംഗ് ആയിരുന്നു, അതായത് കാണാനുണ്ടായിരുന്നില്ല. വി ഹണ്ടഡ് ഫോർ ഇറ്റ്, ഇതിനു വേണ്ടി നമ്മൾ അന്വേഷണം നടത്തി, വേട്ടയാടി എന്നല്ല. വി ഹണ്ടഡ് ഫോർ ഇറ്റ് എവരിവരെ, എല്ലായിടവും ഈ വസ്തുക്കൾ നമ്മൾ അന്വേഷിച്ച് നടന്നു. ബട്ട് വിത്തൗട്ട് സക്സസ്, എന്നാൽ അതിലൊരു വിജയവും ഉണ്ടായില്ല. അപ്പോൾ വീട്ടിലെവിടെയോ മുത്തശ്ശി ഒരുപക്ഷേ പ്രായമായതാണ്, എവിടെയെങ്കിലും കൊണ്ടുവച്ച് മറന്നതായിരിക്കാം എന്ന് കരുതി വീട് മുഴുവൻ അരിച്ചു പറക്കി. പക്ഷേ അതിൽ വിജയിച്ചില്ല, കണ്ടെത്തിയില്ല. നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, ഐ സാ സംതിങ്, ഞാൻ കണ്ടു എന്തോ ഒന്ന്, ഗ്ലിൻഡിങ് തിളങ്ങുക, ഗ്ലിൻഡിങ് ഇൻ ദ ഹോൾ ഓഫ് ദി ബനിയൻ ട്രീ. അപ്പോൾ അടുത്ത ദിവസം ഈ ബനിയൻ വൃക്ഷത്തിൽ, ഈ അരയൽ വൃക്ഷത്തിലെ ഒരു പൊത്തില്, ഒരു ഹോളില് എന്തോ ഒന്ന് തിളങ്ങുന്നതായി ഞാൻ കണ്ടു. ഐ സാ സംതിങ് ഗ്ലിൻഡിങ് എന്ന് വെച്ചാൽ ബ്രൈറ്റനിങ്, തിളങ്ങുക, ഇൻ ദ ഹോൾ ഇൻ ദ ബനിയൻ ട്രീ. ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ്, അന്വേഷണം നടത്താൻ വേണ്ടി അതിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ, ഐ സാ ഞാൻ കണ്ടു, ഐ സാ ദാറ്റ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടു തൻ്റെ മുത്തശ്ശിയുടെ തയ്ക്കാൻ ഉപയോഗിക്കുന്ന സൂചിയുടെ അഗ്രഭാഗമാണ്, ഒരറ്റമാണ് തിളങ്ങുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഓൺ ലുക്കിംഗ് ഫർദർ, വീണ്ടും കൂടുതൽ നോക്കിയപ്പോൾ, ഐ ഡിസ്കവേർഡ് ഞാൻ കണ്ടെത്തി ദ ഹോൾ വാസ് ക്രാംഡ് മീൻസ് കുത്തിച്ചെലുത്തി, ക്രാംഡ് വിത്ത് നിറ്റിംഗ്. അപ്പോൾ കൂടുതലും അന്വേഷണം നടത്തിയപ്പോഴേക്കും ഹോളിൽ മുഴുവൻ എന്ത് ചെയ്യുന്നു,
കുത്തിച്ചെലുത്തി വച്ചിരിക്കുന്നു. നിറ്റിങ്, അതായത് നിറ്റിങ്ങിൻ്റെ തയ്ക്കുവാനുള്ള വസ്തുക്കൾ, തയ്ക്കുവാനുള്ള തുണിയുടെ കഷ്ണങ്ങളും ബാക്കിയുള്ള വസ്തുക്കളും നൂലുകളും എന്ത് ചെയ്യുന്നു, കുത്തിക്കയറ്റി വച്ചിരിക്കുന്നു. എമംഗ്സ്റ്റ് ദ ഊൾ, ആ ഊളിൻ്റെ അല്ലെങ്കിൽ ആ തുണിക്കഷ്ണങ്ങളുടെ ഇടയിൽ എന്താണ് വെയർ ഉണ്ടായിരുന്നു 3 ബേബി സ്ക്യൂറൽസ്, 3 ചെറിയ അണ്ണാർക്കണ്ണന്മാർ. ഓഫ് ദം ഇൻ വൈറ്റ്, വെള്ള നിറത്തിലുള്ള അണ്ണാർക്കണ്ണന്മാർ ഉണ്ടായിരുന്നു. വെളുത്ത നിറത്തിലുള്ള അണ്ണാർക്കണ്ണന്മാരാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് പാർട്ടിലേക്ക്. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്യൂറൽസ് ബിഫോർ, മുമ്പൊരിക്കലും തന്നെ വെളുത്ത അണ്ണാർക്കണ്ണന്മാരെ മുത്തശ്ശൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് വി ലുക്ഡ്, നമ്മൾ നോക്കി, അറ്റ് ദം, ഈ അണ്ണാർക്കണ്ണന്മാരെ, ഇൻ വണ്ടർ, അതിശയത്തോടു കൂടി ഈ അണ്ണാർക്കണ്ണന്മാരെ നമ്മൾ നോക്കി. വി വെയർ ഫസിൽഡ് മീൻസ് കൺഫ്യൂസ്ഡ്, നമ്മൾ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. ഫോർ സം ടൈം, കുറേ സമയം നമ്മൾ ആശയക്കുഴപ്പത്തിലായി. ബട്ട് എന്നാൽ വെൻ ഐ മെൻഷൻഡ് ദ വൈറ്റ് റേറ്റ്സ് ഫ്രീക്വന്റ് വിസിറ്റ്സ് ടു ദ ട്രീ, പിന്നെ ഞാൻ ഇങ്ങനെ രേഖപ്പെടുത്തിയപ്പോൾ, മെൻഷൻ സൂചിപ്പിച്ചപ്പോൾ, വൈറ്റ് റേറ്റ് ഫ്രീക്വൻ്റ് ഇടവിട്ടിടവിട്ടെന്ന, ഓഫൺ ഇടവിട്ട് ഈ വൃക്ഷത്തിൽ സഞ്ചരിക്കാറുണ്ട്, വരാറുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചപ്പോൾ, ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ, മുത്തശ്ശൻ എന്നോട് പറഞ്ഞു, ദാറ്റ് ദ റേറ്റ് മസ്റ്റ് ബി ദെയർ ഫാദർ, തീർച്ചയായിട്ടും ഈ വെളുത്ത എലി തന്നെ ആയിരിക്കണം, എന്താണ് ഈ അല്ലെങ്കിൽ വെളുത്ത അണ്ണാർക്കണ്ണന്മാരുടെ പിതാവ് എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അപ്പോൾ ഇടവിട്ട് ഈ വെളുത്ത എന്ത് ചെയ്യുന്നു, എലി ഈ വരയാൽ വൃക്ഷത്തിലെ സന്ദർശകനാണ് എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അപ്പോൾ സംശയം വേണ്ട, ഈ വെളുത്ത അണ്ണാർക്കണ്ണന്മാരുടെ പിതാവ് തീർച്ചയായിട്ടും ആരായിരിക്കും, ഈ വെളുത്ത എലി തന്നെയാണ്. റേറ്റ്സ് ആൻഡ് സ്ക്യൂറൽസ് വെയർ റിലേറ്റഡ് ടു ഈച്ച് അതർ, വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ഒന്നാണ്, പരസ്പരം ബന്ധം പുലർത്തുന്ന ഒന്നാണ്. എലികളും അണ്ണാർക്കണ്ണന്മാരും അടുത്ത് ബന്ധം പുലർത്തുന്നു. ഹീ സെഡ്, അദ്ദേഹം പറഞ്ഞു, മുത്തശ്ശൻ പറഞ്ഞു, എലികളും അണ്ണാർക്കണ്ണന്മാരും അടുത്ത് ബന്ധം പുലർത്തുന്ന ഒന്നാണ്. ആൻഡ് സോ ഇറ്റ് വാസ് ക്വൈറ്റ് പോസിബിൾ, ഇതിന് പൂർണ്ണമായും സാധ്യതയുണ്ടായിരുന്നു. ഫോർ ദം ടു ഹാവ് ഓഫ്സ്പ്രിങ്സ് ചിൽഡ്രൻ, ഇൻ ദിസ് കേസ്, ഈ തരത്തിൽ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതും വൈറ്റ് സ്ക്യൂറൽസ്, അങ്ങനെ ആയിരിക്കണം ഈ വൈറ്റ് സ്ക്യൂറൽസ് ഉണ്ടായിട്ടുള്ളത് എന്ന് മുത്തശ്ശൻ രേഖപ്പെടുത്തി, മുത്തശ്ശൻ പറയുകയുണ്ടായി. അപ്പോൾ മനോഹരമായൊരു കഥയാണ്. ഇതിൻ്റെ നോട്ട് ഉടൻ തന്നെ അയച്ചു തരുന്നതാണ്. താങ്ക് യു വെരി മച്ച്.